നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2024 ഒക്ടോബർ മാസത്തിലെ ഫലങ്ങളാണ് വിവരിക്കുന്നത്. മേടം മുതൽ മീനം വരെയുള്ള എല്ലാ രാശിക്കാരുടെയും അവയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളുടെയും പൊതുഫലങ്ങൾ 2 വീഡിയോകളിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി രാശികളുടെ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. മേടം രാശിയുടെ ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം ഉൾപ്പെടുന്ന മേടം രാശിക്കാർക്ക് പൊതുവെ മികച്ച സമയമാണ്. ഇവർക്ക് വ്യാഴം 2ാം ഭാവത്തിലും ശനി 11 സ്ഥിതി ചെയ്യുന്നു. മേടക്കൂറുകാർക്ക് കർമ്മമേഖലയിൽ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുകയും മനസ്സിലുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിനും സാധിക്കുന്നതാണ്. ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് മാറ്റങ്ങളുണ്ടാവുകയും പ്രൊമോഷനും സ്ഥലം മാറ്റവും സാധ്യമാകുന്നതുമാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. കുടുംബജീവിതം സന്തോഷപ്രദമാകും. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായ ചിലവുകൾ ഏറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യ ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്ത പക്ഷം അലർജി, നീർദോഷങ്ങൾ, ചുമ എന്നിവ പിടിപെട്ടേക്കാം. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. ദോഷങ്ങൾ അകലുന്നതിന് വഴിപാടുകൾ മുടങ്ങാതെ നടത്തേണ്ടതുണ്ട്. ഇനി ഇടവം രാശി. കാർത്തിക 3/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ 2 പാദങ്ങളാണ് ഈ രാശി ഉൾപ്പെടുന്നത്. ഈ രാശിക്കാർക്ക് ഏറ്റെടുക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുന്നതിന് കഠിന പ്രയത്നം തന്നെ ആവശ്യമായി വരുന്നതാണ്. തൊഴിലിടങ്ങളിൽ പലവിധത്തിലുമുള്ള പ്രശ്നങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരും. സഹപ്രവർത്തകരുമായുള്ള പ്രശ്നങ്ങളും സ്ഥലം മാറ്റവും ഉണ്ടായേക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് സാധ്യമാകും. ഈ രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ സാധ്യമാകും. ബിസിനസ് മേഖല വിപുലപ്പെടുത്താൻ സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടുന്നവർക്കും നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികവ് പുലർത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. വിനോദ തീർത്ഥാടന യാത്രകൾ നടത്തുന്നതാണ്. വസ്തു സംബന്ധിയായ തർക്കങ്ങളും മറ്റും പരിഹരിക്കുന്നതിന് മധ്യസ്ഥരുടെ സഹായം ആവശ്യമായി വരും. മിഥുനം രാശി. മകയിരം ബാക്കി 2 പാദങ്ങൾ, തിരുവാതിര, പുണർതം 3/4 ഭാഗം ഉൾപ്പെടുന്ന രാശിയാണ് മിഥുന രാശി. മിഥുന രാശിക്കാർക്ക് വ്യാഴം 12-ലും ശനി 10-ലുമാണ്.
ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഇവർക്ക് ഈ മാസം അനുഭവവേദ്യമാകുന്നത്. പുതിയ തൊഴിൽ പ്രവേശിക്കുന്നതിന് സാധിക്കുമെങ്കിലും അതിന് കാലതാമസം നേരിടുന്നതാണ്. പല കാര്യങ്ങളിലും വിഘ്നം നേരിടേണ്ടി വരും. വേണ്ടത്ര മുൻകരുതലും വീണ്ടും വിചാരവുമില്ലാതെയുള്ള പ്രവൃത്തികളിലൂടെ തൊഴിലിടങ്ങളിൽ പല പ്രയാസങ്ങളും തടസ്സങ്ങൾ നേരിട്ട് വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരുമായി സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യമുണ്ടാകും. സാമ്പത്തികമായ നേട്ടങ്ങളെക്കാൾ ഉപരി നഷ്ടങ്ങൾക്ക് സാധ്യത കാണും. യാത്രാക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ഏറി വരുന്നതാണ്. ഇവരുടെ ആരോഗ്യം പൊതുവെ തൃപ്തികരമാണെങ്കിലും വീട്ടിലെ മറ്റംഗങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടായേക്കാം. കർക്കിടകം രാശി. പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ്. പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് സാധിക്കും. അധ്വാനഭാരം വർദ്ധിച്ചു വരും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച സമയമാണ്. ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് സാഹചര്യമുണ്ടാകും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏതൊരു കാര്യത്തിലും അഭിപ്രായം പറയുന്നതിന് മുമ്പായി നന്നായി ആലോചിച്ചുറപ്പിക്കുക. അല്ലാത്ത പക്ഷം അത് അബദ്ധങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. വരുമാനത്തിൽ വർധനവുണ്ടാകും. ദുഷ്കീർത്തികരമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാമെന്നതിനാൽ കരുതലോടെ മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം കാണുന്നു. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം, കാൽഭാഗം നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽപ്പെടുന്നത്. ചിങ്ങം രാശിക്കാർക്ക് സമയാനുകൂലമാണ്. മനസ്സിലുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകും. സന്തോഷജനകമായ അനുഭവങ്ങൾ ഏറെ ഉണ്ടാകും. കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. വിദേശത്ത് ജോലിക്കും ഉപരിപഠനത്തിനുമായി പോകുന്നവർക്ക് അത് സാധ്യമാകും. സന്താനങ്ങളുടെ പുരോഗതിയിൽ സന്തോഷമുണ്ടാകുന്നതാണ്. കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കും. ജീവിതത്തിലെ നിർണായകമായ പല വഴിത്തിരിവുകളും ഉണ്ടായേക്കാം. എങ്കിലും ശത്രുശല്യം വർദ്ധിച്ചു വരികയും രോഗങ്ങൾ അലട്ടുകയും ചെയ്യുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും നൂതനമായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും സാധിക്കുന്നതാണ്. ഇനി കന്നിരാശിയുടെ ഫലങ്ങൾ നോക്കാം. ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ 2 പാദങ്ങളാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത്. കന്നിരാശിക്കാർക്ക് ഭാഗ്യസ്ഥാനമായ 9ാം സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു. ഇവർക്ക് അനുകൂലമായ സമയമാണ്. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും. പ്രവർത്തന മേഖലകളിൽ നൂതന മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ വിജയം നേടുന്നതിന് സാധിക്കും. ആരോഗ്യനില തൃപ്തികരമാകുന്നതാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകും. കുടുംബാന്തരീക്ഷം സ്വച്ഛമായി തുടരുകയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതുമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ പ്രണയബന്ധങ്ങൾ സംജാതമാകും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും വസ്തു, വാഹനം എന്നിവ സ്വന്തമാക്കാനും സാധിക്കും. സുപ്രധാനമായ പല മാറ്റങ്ങളും കന്നിക്കൂറുകാരെ തേടി വരുന്നതാണ്. എങ്കിലും സഹപ്രവർത്തകരുമായും മറ്റും അനാവശ്യമായ വാക്കുതർക്കങ്ങളിലും മറ്റും ഏർപ്പെടേണ്ടി വന്നേക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ആത്മീയ കാര്യങ്ങളിൽ
താല്പര്യം വർദ്ധിച്ചു വരുന്നതാണ്. തുടർന്നുള്ള നാളുകളുടെ ഫലങ്ങൾ അടുത്ത വീഡിയോയിലൂടെ വിവരിക്കുന്നതാണ്.